പാകിസ്ഥാനിലെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നു. ഒരിക്കൽ പോയതാണ്. ഇവിടെ വെച്ച് മോദിയെ കാണാം, ഒരുമിച്ച് ട്രംപിൻ്റെ അപ്പുറം ഇപ്പുറം എത്തി ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ സ്വപ്നം കണ്ടതാണ്. പക്ഷേ നടന്നില്ല. ട്രംപിൻ്റെ മോഹവും നടന്നില്ല, അസിം മുനീറിൻ്റെ മോഹവും നടന്നില്ല. പക്ഷേ അവിടെ ചെന്നു ഈ പറയുന്ന സൈനിക പരേഡിൽ പങ്കെടുക്കാനൊക്കെയാണ് പോയതെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു. പിന്നീട് ഇപ്പോൾ വീണ്ടും പോകുന്നു. പാകിസ്ഥാനിൽ കനത്ത പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായിരിക്കും ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുടെ കാരണം? അതിന് പിന്നിൽ പല ഗൂഢാലോചനകളോടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ US ഇപ്പോൾ നമ്മളുമായിട്ട് തെറ്റിയിരിക്കുന്ന ഒരു സ്ഥിതിയാണെന്നാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പോയി കുറച്ചുകൂടെ കാലം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ US-ൻ്റെ സൈന്യത്തെ കൂടി ഇങ്ങോട്ടേക്ക് ഇറക്കാനുള്ള സാധ്യതകളും അസിം മുനീർ തേടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 2 മാസത്തിനിടെ രണ്ടാമത്തെ സന്ദർശനത്തിനാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് US സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കൽ കുരിലയുണ്ട്. മൂപ്പരുടെ യാത്രയയപ്പ് പരിപാടിയിൽ പങ്കെടുക്കണം. അപ്പോൾ ഈ കുരിലെ എന്ന് പറയുന്ന കുരിപ്പാണ് പറഞ്ഞത്, ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാൻ അസാധാരണ പങ്കാളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വ്യക്തം. അപ്പം മധ്യപൂർവേഷ്യയിൽ US-ൻ്റെ സൈനിക നീക്കങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന 4 സ്റ്റാർ ആർമി ജനറലാണ് ഈ കുരില. അങ്ങേര് ഈ മാസം വിരമിക്കുകയാണ്. അപ്പോൾ 2 മാസം മുമ്പ് US ഇൻ്റലിജൻസ് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ 5 ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ പിടികൂടിയ പാകിസ്ഥാനെ കുരില പ്രശംസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 പേരെ പിടികൂടി എന്ന് പറയാൻ, 5 പേരെ അവിടെ നിന്ന് പിടിച്ചത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ അഴിച്ചു വിട്ടു. നമ്മൾ പറയില്ലേ, പട്ടീനെ പിടികൂടി ഇപ്പുറത്തു കൊണ്ടുവന്ന് അഴിച്ചു വിട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ അകലം പാലിക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിയൻ പറഞ്ഞതുപോലെ ഫീൽഡ് മാർഷലാണ്. ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനികൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനികളോ അല്ലെങ്കിൽ ഭീകരരോ രണ്ട് തട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഏതാണ്ട് സദ്ദാം ഹുസൈൻ്റെയോ ഒസാമ ബിൻ ലാദൻ്റെയോ ഒക്കെ ഒരു എന്താ പറയുക, ആ ഒരു നിലയിലാണ്, ആ ഒരു ഹൈറാർക്കിയിലാണ് ഇങ്ങേർക്ക് സ്ഥാനം കൊടുത്തിരുന്നത്, ഈ അസിം മുനീറിന് സ്ഥാനം കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് പോയി. അവർക്കും മനസ്സിലായി ഇങ്ങനെ തീർത്തും ഒരു പരാജയമാണ്, കനത്ത പരാജയമാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇനി അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇന്ത്യയെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ ഒരു ശേഷിയൊക്കെ മനസ്സിലായി. അത് മാത്രമല്ല, നമ്മൾ സ്പോട്ട് ചെയ്ത് ഇവന്മാരെ വെറുതെ ചറപറം ഇടുന്ന പോലെയല്ല, നമ്മൾ വളരെ സ്പോട്ട് ചെയ്ത് അടിക്കേണ്ടടുത്ത് മാത്രം, അതായത് മർമ്മത്ത് മാത്രം അടിക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യ ചെയ്യുന്നത്. അതിൽ നന്നായിട്ട് പൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ എയർബേസ് എല്ലാം തകർന്ന് തരിപ്പണമായ കഥയൊക്കെ നമുക്കറിയാം. അതിൽ മനം നൊന്തവരാണ് US-ന് അവിടെ മനം നൊന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല, അവരുടേതായിട്ടുള്ള ആണവായുധങ്ങളും അണുബോംബും ഒക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എടുത്തിട്ടുള്ളതല്ല എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ഇതിനിടയിൽ തിരിച്ചടിക്കണമല്ലോ. ഈ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പല പദ്ധതികളും അസിം മുനീർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അതായത് നോർത്ത് ഈസ്റ്റിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒക്കെ നമ്മുടെ ഈസ്റ്റേൺ കോറിഡോർ, അവിടെ ഒരു വമ്പൻ ഒരു എന്താ പറയുക നീക്കം, അതായത് ഈ ഒരു കോറിഡോർ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് കൂടി നമ്മളോട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ബംഗ്ലാദേശിനെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള നീക്കം നടത്താൻ എളുപ്പമാണ് എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ ജമാഅത്തയുടെ പ്രവർത്തനമൊക്കെ വളരെ സജീവമാണ്. ജമാഅത്തയാണ് ഇപ്പോഴത്തെ ഉള്ള എല്ലാ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നതും. അപ്പോൾ ഇവർ പറയുന്നത് വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ഈസ്റ്റ്, വി ക്യാൻ ബി എവ്രിവർ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു കാരണം. അതായത് അവിടെ നിന്ന് ഇവർ തുടങ്ങി നമ്മുടെ നാട്ടിലേക്ക് കയറിക്കൂടി ഇവിടെ ഉള്ളിലേക്ക് കയറി അടിക്കുക എന്നുള്ളൊരു വമ്പം പദ്ധതി. അതായത് അതിർത്തിയിലല്ല, ഇതുവഴി ഉള്ളിലേക്ക് കയറിക്കൂടി വന്നടിക്കുക. അതായത് നമുക്കൊന്ന് ആലോചിക്കാം, മുംബൈ അറ്റാക്കിൽ ഇവർ ചെയ്തത് എന്താണ്? നമ്മുടെ രാജ്യത്തിന് ഉള്ളിലേക്ക് ഹൃദയഭാഗത്തേക്ക് കയറി വന്നുകൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള ഒരു വമ്പൻ നീക്കത്തിനാണ് ഇവർ ഇപ്പോൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ധാരണ ഈ ഈസ്റ്റ് വഴി കയറി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മുച്ചൂടും മുടിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം LOCയിലാണ്
ആക്രമണം ഉണ്ടായത്. ഇവിടെ നിരന്തരമായിട്ട് ഇവർ ഒരു പക്ഷേ ഈ ആക്രമണങ്ങൾ വീണ്ടും വെടിനിർത്തലൊക്കെ തുടരുന്നതിനൊരു കാരണം നമ്മുടെ സേനയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആ ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബംഗ്ലാദേശ് ആ ഈസ്റ്റേൺ കോറിഡോറൊക്കെ വഴി കയറി വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരു സ്ഥലത്ത് വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടാണ്. അപ്പോൾ ഈ വഴി നുഴഞ്ഞു കയറാനുള്ള സാധ്യത അവരുണ്ടാക്കും. അപ്പോൾ അവർക്കറിയാം, ഇതിൻ്റെ അതിർത്തികൾ അറിയാം, ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള നമ്മുടെ ശത്രുതകളെയൊക്കെ നമ്മൾക്കറിയാം. അപ്പോൾ വളരെ കാലമായിട്ട് അവർക്ക് പരിചിതമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ ഓരോ റൂട്ട് മാപ്പും അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് കടന്നു വരാനായിട്ട് എളുപ്പമാണ്. കൂടെ ബംഗ്ലാദേശും ഒരു ഭാഗത്ത് നിന്ന് നമുക്കെതിരെ അടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ പതറിപ്പോവും സ്വാഭാവികമായിട്ടും. ഒരു ഭാഗത്ത് മാത്രമാകുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ മറ്റൊരു ഭാഗത്ത് നിന്ന് ബംഗ്ലാദേശ് വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളും ഒക്കെ കൂടുതലാണ്. അപ്പോൾ ദക്ഷിണേഷ്യയിൽ ഈ പറയുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതിൻ്റെ കൂടെ US-ൻ്റെ ഒരു താല്പര്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ സഖ്യം അവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഈ സഖ്യം ചേർന്നുകൊണ്ടാണ് ഇവർ ഈ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. US-ൻ്റെ സപ്പോർട്ട് കൊണ്ട് മുനീറിന് എന്താ പറയുക, ധൈര്യമായിട്ട് ഈ വഴിക്ക് ഇറങ്ങാമെന്നുള്ളൊരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. അമിതമായിട്ടുള്ളത് എന്ന് ഞാൻ പറയാൻ കാരണം US-നെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താ പറയുക, അടിമുടി പൊട്ടനാണ് എന്ന് പറയേണ്ടി വരും. വളരെ കാലമായിട്ട് എന്താ പറയുക, സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ കാരണവർ, അതായത് മോദി ഒരു കണ്ണ് ഇവനെ നോട്ടമിടേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു ആം ഡിസ്റ്റൻസിൽ ഇപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പക്ഷേ ഇവർ അടിമുടി ഇവരുടെ രാജ്യം മൊത്തം പകത്ത് ഇവർക്ക് എഴുതി കൊടുക്കുന്ന രീതിയിൽ പോവുകയും അവസാനം ഈ US-ൻ്റെ സേന വന്നിറങ്ങുമെന്നുള്ള ഒരു ധാരണയൊക്കെയാണ് ഇവർക്കുള്ളത്. ഒരു പക്ഷേ ഈ പോക്ക് പോലും അതിനുവേണ്ടി ആകാനുള്ള സാധ്യതകൾ, പല വമ്പൻ പദ്ധതികളും ഇനിയും പാകിസ്ഥാനുമായിട്ട് ഒപ്പിടുമെന്നൊക്കെയാണ് അവിടുത്തെ കാർന്നോർ ട്രംപ് പറയുന്നത്. കാർന്നോർക്ക് തലയ്ക്ക് വെളിവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, പക്ഷേ തീർത്തും തലയ്ക്ക് വെളിവില്ലാത്ത പാകിസ്ഥാന് മനസ്സിലാവുക അസാധ്യമാണ് എന്ന് വേണമെങ്കിൽ കരുതാം. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മേഖലയിലൊക്കെ വളരെ നിരീക്ഷണം ശക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ധാക്കയിലെ ഭരണമാറ്റം കൂടി വന്നതോടുകൂടി അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും സിലിഗുരി കോറിഡോറും ഒക്കെ ഇൻ്റലിജൻസിൻ്റെ എന്താ പറയുക, ശ്രദ്ധ എപ്പോഴും ഉള്ള ഒരു മേഖലയാണ്. അവിടെ നിന്നുമൊക്കെ നമുക്ക് ഈ പറയുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അവിടെയുള്ള ഓരോ നീക്കങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ ആ അറിയുന്നതിനൊപ്പമാണ് ഇപ്പുറത്ത് വന്നിട്ട് അവരെ എന്തെങ്കിലുമൊക്കെ ഒരു ചൊറിച്ചിലുണ്ടാക്കുകയും നമ്മുടെ ശ്രദ്ധ തിരിക്കാനുമൊക്കെ ശ്രദ്ധിക്കുന്നത്. ഈ മോദി ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും മോദി അതിനെതിരെ ശക്തമായി നടപടിയെടുക്കാൻ പറയുന്ന ഒരു ഭരണാധികാരിയാണെന്നുള്ള ഒരു ഭയം അത് പാകിസ്ഥാന് നന്നായിട്ടുണ്ട്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അത് കാണിച്ചു കൊടുത്തു. രണ്ടാമത് ഓപ്പറേഷൻ മഹാദേവിലൂടെ അവർക്ക് അടുത്ത ഒരു അടി കൂടി കൊടുത്തു. അവർ നമ്മുടെ നാട്ടിലേക്ക് അഴിച്ചു വിട്ടിട്ടുള്ള പേപ്പട്ടികൾ എന്ന് പറയാവുന്ന ഭീകരരെയാണ് നമ്മുടെ സൈന്യം ഓപ്പറേഷൻ മഹാദേവിലൂടെ തീർത്ത് കളഞ്ഞത്. അതായത് നമ്മുടെ സഹോദരങ്ങളെ ഇല്ലാതെയാക്കിയവരെ സ്വാഭാവികമായും നമ്മൾ ഇല്ലാതെയാക്കി എന്ന് തന്നെയാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ഇന്ത്യക്കുള്ളിലേക്ക് കയറി കൂടി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനും അതിനിടയിലൂടെ വമ്പനൊരു യുദ്ധത്തിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ ആവിഷ്കരിക്കുന്നുണ്ട് അസീം മുനീർ. ഒരു പക്ഷേ അസീം മുനീറിൻ്റെ ഈ ഒരു യാത്ര ഉഭയകക്ഷി വ്യാപാര കരാർ എന്നൊക്കെ പറയുമ്പോഴും അതിലപ്പുറമുള്ള ചില ചർച്ചകൾക്ക് കൂടി വഴിവെക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്.